ക്ഷമ ചോദിച്ചാ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുവോ? ആ, സാർ എന്നോട് എന്താ പറഞ്ഞേ? മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ അഭിനയിച്ചാ മതി, ഞാനും സാറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ? അത് വിശ്വസിച്ചല്ലേ ഞാൻ ഈ മുറിയിൽ സാറിന്റെ ഒപ്പം കിടന്നേ? സാറ് ബോധം കെടുന്നവരെ കുടിക്കുന്ന എനിക്കറിയാം. പക്ഷെ അങ്ങനെ കുടിച്ചാലും സാർ ഡീസന്റ് ആയിരിക്കുന്ന ഞാൻ കരുതിയേ. എന്ത് ചെയ്യാനാ? മദ്യത്തിന്റെ ലഹരിയിലല്ലേ? മിണ്ടരുത്. അങ്ങനെ സാർ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഞാനിപ്പോ ഇറങ്ങാൻ പോവാ. ഇപ്പൊ താൻ ഇറങ്ങിപ്പോയല്ലേ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വേണ്ടേ? എനിക്കൊരു കുന്തവും ഇല്ല. കുഞ്ഞിന്റെ അച്ഛനാവാൻ നടക്കുന്നു. ചതിയനാ, ദുഷ്ടനാ. ഞാൻ എന്റെ വീട്ടിൽ പോവാ, ഇപ്പൊ തന്നെ പോവാ. നന്ദിനി, വിട് സർ. കൈ വിടൂ സർ. വിട് സർ. വിടാനാ പറഞ്ഞേ. വിട്. വിടാനാ പറഞ്ഞേ. സത്യത്തില് ഞാൻ കരുതിയത് തനിക്ക് അല്പം വിവരമുണ്ടെന്നാ. എടോ, സെഡേഷനുള്ള ഗുളിക കഴിച്ചു കിടന്നാലും ഒരു സ്ത്രീ അറിയാതെ അങ്ങനെയൊക്കെ സംഭവിക്കോ? അപ്പം സാറ് പറഞ്ഞതോ? തന്റെ ചോദ്യം ബഹളമൊക്കെ കേട്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അപ്പം ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? ഞാൻ അല്പം അന്തസ്സുള്ളവനാ. എന്നെ വിശ്വസിച്ച് എന്റെ മുറിയിൽ ഒരു പെൺകുട്ടി ഉറങ്ങുമ്പോ അവളുടെ മാനം സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം. ചമ്മി നിൽക്കുന്ന നിപ്പ് കണ്ട. എന്തായിരുന്നു ബഹളം? എന്റെ മാനം പോയേ, ഞാൻ വീട്ടിൽ പോണേ. കഷ്ടം തന്നെടോ. എന്ത് കഷ്ടം? സാറങ്ങനെ എന്നെ പറ്റിക്കാൻ പറഞ്ഞപ്പോ ഞാൻ സാറിനെ തിരിച്ചു പറ്റിച്ചതാ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി മോളെ.